Okay, next one we are going to discuss the second tool of recombinant DNA technology, that is cloning vectors. So we know that cloning vectors, cloning vectors, they are the vehicles. So vectors are the vehicles which carry the foreign DNA to the host cell. So നമ്മൾ ഫസ്റ്റ് ആ ഇൻസുലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഒരു ജീൻ, നമുക്ക് വേണ്ട ജീൻ, ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ഉണ്ടാവും, അതിനെ എങ്ങോട്ട് ക്യാരി ചെയ്യണം, ഈക്കോളയിൽ കൊണ്ടുപോയി ചെന്നിട്ടാണ് അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തിയത്. ഓക്കെ, സോ ഈക്കോളൈ അതാണ് ഇവിടുത്തെ ഹോസ്റ്റ് സെൽ. So for carrying that particular DNA or our desired DNA to the host cell, we require certain vehicles or carriers known as cloning vectors. So cloning vectors, among vectors, the most important type of vectors we are using are two types. First one, bacteriophages, then plasmids. So these are the two types of cloning vectors which are mainly using in the process of recombinant DNA technology. Okay, so first one, bacteriophages. So you might have heard of bacteriophages, right? So bacteriophages are viruses that infect bacteria. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്ടീരിയയിലേക്ക് കടത്തി വരണം അല്ലേ, നമ്മുടെ ഹോസ്റ്റ് സെൽ, അത് ബാക്ടീരിയൽ സെല്ലോ പ്ലാന്റ് സെല്ലോ ഏതെങ്കിലും ഒരു സെല്ലായിരിക്കും. സോ അതിലേക്ക് നമുക്ക് ഈ ഡിസൈഡ് DNA ക്യാരി ചെയ്യണം. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ദാറ്റ് ഇസ് ബാക്ടീരിയോഫേജസ്. സോ ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ദെൻ വാട്ട് ആർ പ്ലാസ്മിഡ്സ്? സോ പ്ലാസ്മിഡ്സ് ആർ എക്സ്ട്രാ ക്രോമസോമൽ DNA in bacteria, and it is also circular. Okay, ബാക്ടീരിയയുടെ ഉള്ളിൽ, ബാക്ടീരിയൽ സെൽസിൻ്റെ ഉള്ളിൽ ഇത് ബാക്ടീരിയയുടെ DNA ആയിരിക്കും. ഈ ബാക്ടീരിയയുടെ DNA കൂടാതെ തന്നെ അവിടെ ചില എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രസൻ്റ് ആണ്. ഓക്കെ, extra chromosomal DNA which is circular and it is capable of autonomous replication. അതിന് സ്വയമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ DNA which is extra chromosomal, അതാണ് പ്ലാസ്മിഡ്സ്. ഓക്കെ, ഇപ്പോൾ ബാക്ടീരിയയിലാണ് പ്ലാസ്മിഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദേ ആർ എക്സ്ട്രാ ക്രോമസോമൽ DNA, ദേ ക്യാൻ സെൽഫ് റെപ്ലിക്കേറ്റ്, ദേ ആർ ഓൾസോ സർക്കുലർ. സോ പ്ലാസ്മിഡ്സ് ആൻഡ് ബാക്ടീരിയോഫേജസ്, ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ്. വേറെയും ഉണ്ട് വെക്ടേഴ്സ്, യാക്, ബാക്ക് എന്നൊക്കെ പറയും, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ കേസാണ്. ഫസ്റ്റ് വൺ ബാക്ടീരിയോഫേജസ്, സെക്കൻഡ് പ്ലാസ്മിഡ്സ്. സോ ഇതിൽ ബാക്ടീരിയോഫേജസിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ കൂടുതലും പ്ലാസ്മിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്മിഡ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ പ്ലാസ്മിഡ്, ഇപ്പോൾ സപ്പോസ് ഇതൊരു പ്ലാസ്മിഡിൻ്റെ ഫിഗറാണ്, നമ്മൾ ഈ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഈ ഫിഗർ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഈ ഫിഗർ, ഇത് ഒരു വെക്ടറാണ്, ഒരു ഈക്കോളൈ വെക്ടറാണ്. So this is an E. coli vector, that is ആ വെക്ടറിൻ്റെ പേര് PBr322. This is an E. coli plasmid vector, its name is PBr322. P denotes പ്ലാസ്മിഡ്, ദെൻ B and R അത് കാണിക്കുന്നത് സയൻറ്റിസ്റ്റിനെയാണ്. ഓക്കെ, ഏത് സയൻറ്റിസ്റ്റാണത് കണ്ടുപിടിച്ചത്, ഈ ഒരു വെക്ടർ കണ്ടുപിടിച്ചെന്നുള്ള, അത് ബോവർ ആൻഡ് റോഡ്രിഗ്സ് അങ്ങനെ എന്തോ ആണ് രണ്ട് സയൻറ്റിസ്റ്റ്. അത് നിങ്ങൾക്ക് കാര്യമായിട്ട് വേണ്ട, പേരറിഞ്ഞിരുന്നാൽ മതി, PBr322. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെക്ടറാണ്, ദാറ്റ് ഇസ് PBr322. ഇറ്റ് ഈസ് ആൻ ഈക്വലൈ വെക്ടർ, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഈക്വലൈ. പ്ലാസ്മിഡ് വെക്ടറാണ്. പ്ലാസ്മിഡ് വെക്ടർ എവിടെയാണുള്ളത്, ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ കാണുന്ന വെക്ടറാണ്, ഈക്വലൈ വെക്ടറാണ് PBr322. And this PBr322 is used in many rDNA technology processes. Then a
vector should have some important features. Okay, for a good vector should have some important features. So now we are going to discuss the features of a vector. Different features required for a vector. Okay, so just we will discuss which are the 4 features required for a vector. The first one is origin of replication. A vector should have an origin of replication which is denoted as ORI. നിങ്ങൾ replication പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ORI. It is the point where replication is started. That is origin of replication. Then second one, selectable marker. Third, cloning sites. Fourth, vectors for plant cell and animal cell. Okay. So ഇത്രയാണ് ഒരു വെക്ടറിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ദാറ്റ് ഇസ് ORI. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. ഇതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കർ. തേർഡ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് ക്ലോണിംഗ് സൈറ്റ്സ്. ദെൻ ദിസ് വെക്ടർ ഷുഡ് ഹാവ് ജീൻസ് ഫോർ റെപ്ലിക്കേഷൻ ഓർ ഫോർ process in for replicating or producing copies in plant cell and animal cell. That is vectors for plant cell and animal cell. So ഇത്രയാണ് ഒരു വെക്ടറിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, we are going to discuss origin of replication.